ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റവ കേസരി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇതിനു മുന്നേ ഞാൻ റവ കേസരി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ നോക്കാം. ഒരു ഫ്രൈ പാനിലോട്ട് 3 വലിയ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായി വറുത്ത് ഒരു പാത്രത്തിലോട്ട് കോരി വെക്കുക. ഇനി അതേ നെയ്യിലോട്ട് ഞാൻ 1 കപ്പ് റവയാണ് ചേർക്കണേ. നമ്മള് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേസരിയുടെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ റവ നന്നായി വറുത്ത് ഒരു സ്മെല്ല് വരും. ഇനി നമുക്ക് 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം, 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി, കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുങ്കുമപ്പൂടിയും ചേർത്തു. നന്നായി വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് പഞ്ചസാര, അതും കൂടി ചേർത്ത് 1 ടീസ്പൂണോ വലിയ ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര വീണ്ടും അലിഞ്ഞ് നമ്മുടെ ഇത് നന്നായി മിക്സ് ആവും. ഇനി കല്യാണ വീട്ടിലെ കേസരിക്ക് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 1 വലിയ ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ റവ കേസരി ഉണ്ടാക്കി. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, നമ്മൾ എടുക്കുമ്പോ സൂപ്പറായിട്ട് വരുന്നത്. നമ്മൾ പാത്രത്തിൽ അച്ചുപോലെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.